ജോസഫ് വിജയ് എന്നും ഞാൻ തമിഴക രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സിനിമാ നടൻ എന്ന നിലയിൽ നിന്ന് തമിഴ്നാടിൻ്റെ ഭരണചക്രം തിരിക്കുന്ന മുഖ്യമന്ത്രി പദവിയിലേക്ക് സി ജോസഫ് വിജയ് എന്ന ദളപതി നടന്നു കയറിയിരിക്കുന്നു. സിനിമയിലെ നായകനിൽ നിന്ന് ജനങ്ങളുടെ നായകനിലേക്കുള്ള ദൂരം അദ്ദേഹം താണ്ടിയത് അതിശയിപ്പിക്കുന്ന തരത്തിലാണ്. തൻ്റെ കന്നി പ്രസംഗത്തിൽ തമിഴ്നാടിനെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ച ചില കാര്യങ്ങളും തമിഴ് മക്കൾക്കായി അദ്ദേഹം മുന്നോട്ട് വെച്ച വിപ്ലവകരമായ വാഗ്ദാനങ്ങളുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. എന്താണ് തമിഴ്നാട്ടിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? തമിഴ് ജനതയെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ചത് വിജയുടെ ഈ വാക്കുകളാണ്. അധികാരം കിട്ടിയപ്പോൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഭരണം കൈയാളാൻ ആരും നോക്കണ്ട. நம்ம ஜெயிச்சிட்டோம், ஒரு ஆட்டம் ஆடி பார்க்கலாம் அப்படின்ற எண்ணம் யாருக்காவது இருந்துச்சுன்னா இப்பவே இந்த நிமிஷமே அதை எரேஸ் பண்ணிடுங்க. இங்க ஒரே சென்டர் தான் என் தலைமையில் உண்டான சென்டர். இந்த பக்கம் ஒரு சென்டர், இந்த பக்கம் ஒரு பவர் சென்டர், அங்க ஒரு பவர் சென்டர், அதெல்லாம் கிடையவே கிடையாது. இப்பவே சொல்லிடுறேன். ഭരണം പൂർണ്ണമായും തൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കുമെന്ന് അങ്ങേയറ്റത്തെ ചങ്കൂറ്റത്തോടെയാണ് വിജയ് പ്രഖ്യാപിച്ചത്. സിനിമയിലല്ല, നേരിട്ടുള്ള രാഷ്ട്രീയ ഗോതയിലും താൻ തന്നെയാണ് യഥാർത്ഥ സിംഗിൾ കിങ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു ഈ വാക്കുകൾ. പ്രൗഢിയോടെയല്ല വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയത്. വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും വില അറിഞ്ഞു വളർന്നവനാണ് താനെന്ന് അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. സിനിമയിൽ വിജയിക്കാൻ ആഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്ത ഒരു സാധാരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ മകനായിട്ടാണ് താൻ ജനിച്ചതെന്ന് വിജയ് പറയുന്നു. എനിക്ക് ജനങ്ങളുടെ പണം കവരേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് ഒരു പൈസ പോലും താൻ തൊടില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പിന്നിൽ 8 കോടി ജനങ്ങളും എൻ്റേതാണെന്നും പറയുമ്പോൾ ഭരണാധികാരിയുടെ വലിയ മനസ്സ് നമുക്ക് കാണാം. വിജയ് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച ഏറ്റവും വലിയ വാഗ്ദാനത്തിലേക്ക് വരാം. തമിഴ്നാട്ടിൽ ഒരു വർഷം എത്രയെത്ര പാവപ്പെട്ട കുടുംബങ്ങളിലാണ് പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നത്. അവർക്കെല്ലാം ആശ്വാസമേകാൻ വിജയ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് വലിയ തരംഗമായി മാറിയിരിക്കുന്നത്. പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് 1 പവൻ സ്വർണവും ഒപ്പം ഒരു പട്ടുസാരിയും സൗജന്യമായി സർക്കാർ നൽകും. ഒരു വൻ സാമ്പത്തിക ബാധ്യതയാകുന്ന വിവാഹ ചടങ്ങുകളിൽ പാവപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണീരൊപ്പാൻ ഈ ഒരു ഒറ്റ പദ്ധതിക്ക് സാധിക്കും എന്നതിൽ സംശയമില്ല. ഇത് മാത്രമല്ല, സ്ത്രീകൾക്കായി വലിയൊരു പദ്ധതി നിര തന്നെയാണ് വിജയ് ഒരുക്കിയിട്ടുള്ളത്. കുടുംബനാഥകളായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായവും വർഷത്തിൽ 6 ഗ്യാസ് സിലിണ്ടറുകൾ തികച്ചും സൗജന്യമായി നൽകും. ജനിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണമോതിരവും വെൽക്കം കിറ്റും. പെൺകുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ അമ്മമാർക്ക് വർഷത്തിൽ 15000 രൂപ സാമ്പത്തിക സഹായം. തമിഴകത്തെ സ്ത്രീ വോട്ടർമാരെ പൂർണ്ണമായും നെഞ്ചിലേറ്റുന്ന തരത്തിലാണ് വിജയുടെ ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. ഇത് മാത്രമല്ല, 30 വർഷത്തോളമായി തൻ്റെ ആരാധകരിലൂടെ ഒട്ടനേകം സഹായങ്ങൾ ചെയ്യുന്ന ആളാണ് വിജയ്. വിജയുടെ അമ്മ തന്നെ പറയുന്ന ഈ വാക്കുകൾ കേട്ടു നോക്കൂ. ആരുമറിയാതെ നന്മകൾ ചെയ്യുന്ന, പാപങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളാണ് തൻ്റെ മകൻ വിജയ് എന്ന്. விஜய் பிறந்த எக்மோர் ஹாஸ்பிட்டல்லையே அந்த டேட்டில் எத்தனை குழந்தை பிறக்குதோ அத்தனை குழந்தைக்கும் விஜய் வந்து ரிங் போடுவார் கோல்டில். அது ரொம்ப நாள் பண்ணிக்கிட்டு இருந்தாங்க. அந்த அது ஒரு ஞாபகமாக. அப்புறம் நிறைய ஆஃபனேஜில் நிறையா ஹெல்ப்பெல்லாம் பண்ணுவாங்க. அது ரொம்ப வெளியில் தெரியாது, பண்ணுவாங்க, நிறைய பண்ணுவாங்க.